ഗസയിൽ കനത്ത ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത്. UN ഉൾപ്പെടെ കടുത്ത ആശങ്ക അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ബോംബുകളും പട്ടിണിയും ഗസയിലെ ജനങ്ങളുടെ ജീവനെടുക്കുന്നു. US ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ മുന്നറിയിപ്പ് അവഗണിച്ച് ആക്രമണവുമായി ഇസ്രായേൽ മുന്നോട്ട് പോകുന്നു. അതിനിടെ ഒരു ആശ്വാസ വാർത്ത എത്തുന്നുണ്ട്. US മുന്നോട്ട് വെച്ച ഗസ വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. 60 ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശമാണ് US മുന്നോട്ട് വെച്ചത്. വെടിനിർത്തൽ കാലയളവിൽ 2 ഘട്ടങ്ങളായി പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കും. പകരം 10 ഇസ്രായേൽ തടവുകാരെയും മൃതദേഹങ്ങളും മോചിപ്പിക്കുമെന്നും കരാറിൻ്റെ കരട് രേഖയിൽ പറയുന്നു. തുടക്കത്തിൽ 5 ഇസ്രായേലി തടവുകാരെ മോചിപ്പിക്കും. മറ്റ് 5 പേരെ 60-ാം ദിവസം മോചിപ്പിക്കും. ഗസ നഗരത്തിലെ ഷെൽട്ടറായി ഉപയോഗിക്കുന്ന ഒരു സ്കൂളിൽ ഇസ്രായേൽ സൈന്യം ബോംബിട്ടു. ബോംബാക്രമണത്തിൽ സ്കൂൾ കെട്ടിടം തീപിടിച്ചു. കുട്ടികൾ ഉൾപ്പെടെ കുറഞ്ഞത് 36 പലസ്തീനിയർ കൊല്ലപ്പെട്ടു. തിങ്കളാഴ്ച പുലർച്ചെ മുതൽ ആക്രമണത്തിൽ മൊത്തത്തിൽ 50-ലധികം പേരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത്. ഗസയിലെ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്ക് പ്രകാരം ഗസയ്ക്കെതിരായ ഇസ്രായേലിൻ്റെ യുദ്ധത്തിൽ കുറഞ്ഞത് 53,977 പലസ്തീനികൾ കൊല്ലപ്പെടുകയും 1,22,966 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മരണസംഖ്യ 61,700-ൽ കൂടുമെന്നാണ് അധികൃതർ പറയുന്നത്. ആയിരക്കണക്കിന് ആളുകൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായും സംശയിക്കുന്നുണ്ട്. 2023 ഒക്ടോബർ 7-ന് ഹമാസിൻ്റെ നേതൃത്വത്തിലുള്ള ആക്രമണങ്ങളിൽ ഇസ്രായേലിൽ 1139 പേരാണ് കൊല്ലപ്പെട്ടത്. 200-ലധികം പേരെ ബന്ദികളാക്കുകയും ചെയ്തു. അതിനിടയിൽ ഗസയിൽ പട്ടിണി മരണങ്ങൾ ഉയരുന്നതായി റിപ്പോർട്ടുകൾ വരുന്നു. ഗസയിൽ സഹായ വിതരണത്തിന് സംവിധാനമില്ല. ഗസയിലെ വംശഹത്യയിൽ UN ആശങ്ക അറിയിക്കുകയും ചെയ്തു. ആക്രമണം തുടർന്നാൽ ഇസ്രായേലിന് മേൽ സാമ്പത്തിക ഉപരോധത്തിന് മടിക്കില്ലെന്ന് കൂടുതൽ രാജ്യങ്ങൾ അറിയിച്ചു. 3 മാസമായി തുടരുന്ന ഇസ്രായേൽ ഉപരോധം കാരണം 300-ലേറെ പട്ടിണി മരണം റിപ്പോർട്ട് ചെയ്തു. ഗസയിലേക്ക് കൂടുതൽ സഹായ ട്രക്കുകൾ എത്തുന്നതിന് അനുമതി നൽകാൻ ഇസ്രായേൽ വിസമ്മതിക്കുകയാണ്. 110 ട്രക്കുകൾ മാത്രമാണ് ഗസയിൽ എത്തിയത്. എന്നാൽ ഭക്ഷ്യവിതരണത്തിന് ബദൽ സംവിധാനം ഒരുക്കുമെന്ന ഇസ്രായേൽ അമേരിക്കൻ പ്രഖ്യാപനം വിജയം കണ്ടില്ല. പട്ടിണി വ്യാപകമായ ഗസയിൽ ദിവസവും 600 ട്രക്ക് സഹായമെങ്കിലും ഉറപ്പാക്കണമെന്ന് UN ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആക്രമണവും ഉപരോധവും തുടർന്നാൽ ഇസ്രായേലിന് മേൽ സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിക്കാൻ നിർബന്ധിതരാകുമെന്ന് വിവിധ യൂറോപ്യൻ രാജ്യങ്ങളും മുന്നറിയിപ്പ് നൽകി. ബ്രിട്ടൻ, ഫ്രാൻസ്, കാനഡ എന്നീ രാജ്യങ്ങളാണ് ഇസ്രായേലിന് മേൽ ശക്തമായ രാഷ്ട്രീയ നയതന്ത്ര സമ്മർദ്ദവുമായി രംഗത്തുള്ളത്.